ഹായ്. അപ്പോൾ പൊതുജനത്തിനോടൊരു ചോദ്യമാണ്. അഭിലാഷ് ആട്ടായി എന്ന വ്യക്തി കോമാളിത്തരം കാണിക്കുന്നത് എന്തിനാണ്? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അഭിലാഷ് ആട്ടയത്തോട് ചോദിക്കാം. അഭിലാഷ് ആട്ടയം, എല്ലാ ദിവസവും സ്ത്രീകളെയും പെണ്ണുങ്ങളെയും കൊണ്ടുവന്നിട്ട് കോമിക് തരത്തിലുള്ള റീൽസ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഒരു കല്യാണ നാടകം ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? കോമാളിത്തരം കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കലാകാരനുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ള അലിൻ ജോസ് പെരേര. അങ്ങനെ കണ്ടാണ് ഞാൻ പഠിച്ചത്. അല്ലെങ്കിൽ കോമാളിത്തരം കണ്ട് പഠിച്ചത്. പക്ഷെ പുള്ളി മാഹി മൂവാത്തി ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളി ഇവിടെ ഇരിപ്പുണ്ട്. കൂട്ടുകാരനല്ലേ അല്ല, പാട്ടുകാരനാണല്ലോ. അപ്പൊ മാഹിന് ഇതുവരെ കല്യാണ നാടകമോ അങ്ങനെ പുള്ളി ചെയ്യുന്നില്ലല്ലോ. ഈ താങ്കൾക്ക് എന്തുകൊണ്ടാണ് കല്യാണ നാടകത്തിൽ കൂട്ടുന്നത്? എന്തോന്ന് പറഞ്ഞു? നാടകമല്ലേ അത്? പിന്നെ എല്ലാരും പറഞ്ഞില്ലേ ഒരു 3 കുട്ടികളുടെ അച്ഛനല്ലേ പുള്ളി? ഏത് പറഞ്ഞത്? പിന്നെ കല്യാണം കഴിച്ചത് പിന്നെ കല്യാണം കഴിച്ചു. കാരണം ഈ കോമാളിത്തരം നിർത്തണമെങ്കിൽ താങ്കൾക്ക് എന്ത് തന്നെ? ഡെയിലി ഒരു 1000 വെച്ച് തന്നു കഴിഞ്ഞാൽ നിർത്താം. ഡെയിലി ഒരു 1000 വെച്ച് തന്നു കഴിഞ്ഞാൽ നിർത്താം. ഡെയിലി തരാം. 1000 രൂപ തരാം. കോമാളിത്തരം ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ കോമാളിത്തരം ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ തരാം. കോമാളിത്തരം ചെയ്യാണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യണം? കാരണം ഞാനിപ്പോ വീഡിയോസ് ചെയ്യുന്ന റീക്രിയേഷൻ ആണ്. അതില് കോമഡി ഉണ്ടാവും. പക്ഷെ താങ്കളെ പോലെ എടുത്തു കറക്കുന്നതും പൊക്കുന്നതും ഞാൻ ചെയ്യാറില്ല. 1000 വെച്ച് തരൂ ഡെയിലി. ഒരു കാര്യം ജനത്തിന് വേണ്ടിയാണ്. ഞാൻ ചോദിക്കുന്ന മറുപടി 1000 രൂപ തരുമോ? അതൊക്കെ ഓക്കെ. ഞാൻ ചോദിക്കട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ. ഇപ്പോ പ്രായമായ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളുമായിട്ടുള്ള എടുത്തു വെക്കുന്ന വീഡിയോ എന്തിനാണ് അഭിലാഷ ചെയ്യുന്നത്? ഏത് വീഡിയോ ആണ് മോൻ കണ്ടത്? 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ചേച്ചിയായിട്ട് എടുത്തു വെക്കുന്നതും കറക്കുന്നതും വീഡിയോ ചെയ്യുന്നത് നിർത്തിക്കൂടെ? സിമന്റ് എടുത്ത് വെക്കുന്ന പണിയായിരുന്നു. സിമന്റാ അതായത് ശരിക്കും അഭിലാഷ് എന്തായാലും ജോലി എന്തായിരുന്നു? എനിക്ക് സിമന്റ് എടുത്ത് പൊക്കുന്ന പണിയായിരുന്നു ചന്തയില്. സിമന്റാ? അല്ലെന്ന് അല്ല, ഒരു കെട്ടിടപ്പണിയാണെന്ന്. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ പൊക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് താൻ പറഞ്ഞത്. ഇല്ല, സിമന്റ്. പക്ഷെ അത് നാളെ ഒരു കേസ് വന്നാൽ എന്ത് ചെയ്യും അഭിലാഷ് ആട്ടെ? ഒരുപാട് പെണ്ണുങ്ങളായിട്ട് റീൽ ചെയ്യും. ഒരുപാട് പേര് കേസായിട്ട് മുന്നോട്ട് പോകുന്നു പറയുന്നുണ്ട്. പണ്ട് എന്റെ കൂട്ടുകാരൻ അതൊന്നും പറയണ്ട. ഇപ്പൊ ഇതിന്റെ കാര്യം പറ. അത് പറയണ്ടേ? എന്നെ കുറിച്ച് ഞാൻ നോക്കിക്കോളാം. അഭിലാഷ് ആട്ടെ ഇപ്പൊ ചെയ്യുന്ന റീൽസിനെതിരെ ഒരുപാട് പേര് പരാതിയായിട്ട് മുന്നോട്ട് പരാതിയായിട്ട് ചില പേര് പറയുന്നുണ്ട്. സജീവ് അപ്പനിലൊക്കെ വരുന്നുണ്ട് ചില വോയിസ് ക്ലിപ്പുകളൊക്കെ. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചിരിക്കരുത് പ്ലീസ്. എനിക്കൊന്നും പറയാനില്ല. അതെ, ഞാൻ എന്റെ വീട് താങ്കള് ജനങ്ങൾക്ക് മൊത്തം അറിയാം. ചെറിയൊരു കുക്സാപ്പയും കൊണ്ട് ജീവിതമാർഗം കഴിക്കുന്നു. പിന്നെ മായനോട് ചോദ്യം. ഈ അഭിലാഷ് ആട്ടയം ഇപ്പൊ എല്ലാ ദിവസവും ചെയ്യുന്നോ? ഞാനിപ്പോ ചെയ്യുന്നുണ്ട് അഭിലാഷ് ആട്ടയം അല്ല മായനെ റീൽസ് അധികം മോശമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പറ അഭിലാഷ് ആട്ടയനെ കുറിച്ച് ഒരു പോയിന്റ് പറ. അഭിലാഷ് ആട്ടയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിർത്ത്. അഭിലാഷ് ആട്ടയം പറയുന്നു നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ടാന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ എന്താ അത് അവർക്കെല്ലാം അറിയില്ല. അവരെന്ത് പഠിക്കാൻ പോണേന്ന് അവരെന്നെ അറിയാൻ പാടില്ല. കാരണം ഒരു കാര്യം പറയാം. മലയാള പ്രോഗ്രാമില് TV പ്രോഗ്രാമില് വലിയ രീതിയിൽ ശോഭിക്കേണ്ട ആട്ടായം ഇന്ന് നിൽക്കുന്ന എവിടെയാണ്? സൂപ്പർ സ്റ്റാർ അലിൻ ജോസ് പെരേര. കാരണം രമേശ് പിഷാരയുടെ കൂടെ പ്രോഗ്രാം ചെയ്ത് നടക്കേണ്ട വ്യക്തി ഇപ്പോൾ എന്റെ കൂടെ നിൽക്കേണ്ട ഗതികൾ വന്നതിന്റെ അവസ്ഥ എന്താണ്? സൂപ്പർ സ്റ്റാർ അലിൻ ജോസ് പരിപാടി അതല്ലെന്ന് പറഞ്ഞു. അപ്പൊ രമേശ് പിഷാരയുടെ കൂടെ പ്രോഗ്രാം ചെയ്യേണ്ട ആളായിരുന്നു. എന്തുകൊണ്ടും കലാഭവനിൽ നീങ്ങാൻ പറ്റിയില്ല. കലാഭവനിൽ നീങ്ങിയായിരുന്നല്ലോ. രമേശ്, ഞാൻ പറയട്ടെ സീരിയസ്. രമേശ് പിഷാരടി ചേട്ടന്റെ കൂടെ മനോജ് ഗിന്നസറിന്റെയും സാജു ചേട്ടന്റെ കൂടെ ഒക്കെ ഞാൻ മിമിക്രി ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു. വരെ അന്ന് എന്നോട് ചേട്ടൻ പറഞ്ഞിട്ട് അവർക്ക് കാര്യമുണ്ട്. കാരണം ഗാനഗന്ധർവന്റെ സെറ്റിലും പഞ്ചവർണ്ണ തത്തയുടെ ലൊക്കേഷനിലും ആട്ടയം രമേശ് ചേട്ടന്റെ തോളത്ത് കൈയിടുമായിരുന്നു. സത്യമാണോ? ഇങ്ങനെ കൈയിടുമായിരുന്നു പിഷാരടി ചേട്ടൻ. എന്തുകൊണ്ട് ആ പടങ്ങളിൽ താങ്കൾക്ക് ഒരു വേഷം കിട്ടിയില്ല? എന്തുകൊണ്ട് വേഷം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം. പിന്നെ ഞാൻ ചോദിക്കട്ടെ,
മണിച്ചേട്ടന്റെ ബയോപിക്കില് ഇവിടെ നിൽക്കുക ചാലക്കുടിക്കാരൻ ചങ്ങാതിയില് നല്ലൊരു വേഷം ചെയ്തു, അതിനെ പറ്റി 2 വാക്ക്. ചാലക്കുടിക്കാരൻ ചങ്ങാതിയില് ആ വേഷം കിട്ടിയതിനെ പറ്റി 2 വാക്ക്. അത് ഞാൻ പണ്ട് കോമഡിൽസ് അവിടെ നോക്കി പറ. കോമഡിൽസ് ഒക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല, മണിച്ചേട്ടന്റെ ഇതൊക്കെ ചെയ്യണം. അങ്ങനെ ആ സിനിമയിലേക്ക് എന്നെ വിനൻ സാർ വിളിക്കുകയും അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെയുള്ള അവസരം. അല്ല ശരിക്കും ചാലക്കുടിക്കാരൻ ചങ്ങാതി സിനിമയിൽ നായകനാകേണ്ട ആളല്ലേ? കഴിഞ്ഞ ദിവസം ജാങ്കോ സ്പേസിൽ പറയുകയുണ്ടായി. ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിൽ നായകനാവേണ്ട ആൾ ഞാൻ തന്നെയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ നമ്മളിപ്പോ ചിന്തിക്കുമ്പോൾ, ഒരു പ്രേക്ഷകൻ ചിന്തിക്കുമ്പോൾ രാജാമണി ചെയ്ത റോള് താങ്കളെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ രാജാമണി ചേട്ടൻ ചെയ്യേണ്ട റോള് ഞാനായിരുന്നു ചെയ്യേണ്ടത്. താങ്കൾ ചെയ്തെന്തെങ്കിലും എത്രത്തോളം വലുതായനെ? സങ്കടമുണ്ടോ? സങ്കടമുണ്ട്. ഞാൻ കരഞ്ഞു പോടാ. അത് കരഞ്ഞു. കാരണം എനിക്ക് ആ ഒരു വേഷം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ചിരിക്കുന്നല്ലോ. ഏത് കരയണേ? ശരിക്കും കരയണല്ലേ? ഞാൻ കരയണല്ലേ? എന്റെ മുഖം എങ്ങനെ ഇരിക്കണേന്ന് ഞാൻ ഏതൊക്കെ പടത്തിലാ ചെയ്തു? തമിഴൊരു പടം ചെയ്തില്ലേ? തമിഴിലൊരു പടം ചെയ്തു. തമിഴിലൊരു പടം ചെയ്തു.